ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആലോചന നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് മുന്നോട്ട് നീങ്ങുവാൻ, ദൈവികമായ അനുഭവങ്ങൾ പ്രാപിച്ചെടുക്കുന്ന ആഴമായ പ്രത്യാശയും വിശ്വാസം വർദ്ധിക്കത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15 അധ്യായം 22 അപ്പൻ തൻ്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ, ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിക്കുവിൻ. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെടുത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആഴമായി വെളിപ്പെടുത്തുന്ന വചനത്തിൻ്റെ മർമ്മം, ആത്മീയ കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന വിലയേറിയ നന്മകൾ. ആത്മീയ കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന നന്മകൾ, ഇതുവരെ തരാത്തതും ഇതുവരെ ലഭിക്കാത്തതും ദൈവം തരാൻ പോകുന്നു. കർത്താവ് ആഗ്രഹിക്കുന്ന ആത്മീയ തലങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ നാം ആ മേഖലയിൽ എത്തുമ്പോൾ തരുന്ന അതിശ്രേഷ്ഠമായ ചില നന്മകളുണ്ട്. അപ്രകാരം സ്ഥിതിയിൽ എത്തുന്ന ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവം ഒരുക്കുന്ന അതിശ്രേഷ്ഠമായ അത്ഭുതങ്ങളുണ്ട്. ആത്മീയ കണ്ണുകൾ തുറക്കുമ്പോൾ ജീവിതത്തിൻ്റെ ചിന്തകൾക്ക് തന്നെ, വിചാരങ്ങൾക്ക് തന്നെ അസാധാരണമായ മാറ്റങ്ങൾ വരുക. ഇത് ഈ അധ്യായം വെളിപ്പെടുത്തുന്നു. ആ ഇളയ മകൻ്റെ ജീവിതത്തിൽ നിന്ന് കർത്താവ് പഠിപ്പിക്കുന്ന സാഹചര്യം, ആത്മീയ കണ്ണ് തുറന്നപ്പോഴാണ് അവൻ്റെ ചിന്തകൾക്ക് മാറ്റമായി. എനിക്കുള്ളത് എവിടെയുണ്ട്, എനിക്ക് കിട്ടേണ്ടത് എവിടെ നിന്ന്, അപ്രകാരം മനോഭാവങ്ങളിൽ വലിയ വ്യത്യാസം കടന്നു വരുവാൻ ഇടയായിത്തീർന്നത് അവൻ്റെ അടഞ്ഞുപോയ ആത്മീയ മണ്ഡലങ്ങൾ തുറക്കപ്പെട്ടപ്പോഴാണ്. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ദൈവം വെളിപ്പെടുത്തുമെന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന ദൂത്. ദൈവത്തിൻ്റെ പൈതലേ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചില തലങ്ങളുണ്ട്, ചില ആത്മീയ ഉയർച്ചകളുണ്ട്. അത് പ്രാപിക്കാതിരിക്കുക ശത്രു കാലഘട്ടങ്ങളിൽ ഭൗതികതലങ്ങളിൽ അനവധി വിഷയങ്ങളിട്ട് മനസ്സിനെ തകർക്കുന്ന ഒരു സമയത്തിലാണെങ്കിലും പ്രാർത്ഥിച്ച് ജയമെടുത്ത് വിശ്വാസത്തോടെ മുന്നേറുന്ന ഒരു ദിവസമായി പരിശുദ്ധാത്മാവ് ഈ ദിവസത്തെ തീർക്കാൻ പോവുക. എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട വലിയ നന്മകളുണ്ട്, എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ആത്മീയ നന്മകളുണ്ട്, എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ഭൗതിക നന്മകളുണ്ട്. ഞാൻ കുടുങ്ങിപ്പോകുവാൻ ഇടയാകാതെ ഇന്നത്തെ കടുത്ത നിരാശയുടെ മണ്ഡലത്തെ തകർത്തുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലേ പൊട്ടിക്കൊടഞ്ഞ് കളഞ്ഞ് എഴുന്നേക്കുക. പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില ഇല്ലായ്മയുടെ കാലങ്ങളെ ദൈവം മാറ്റുക, പിതാവ് മാറ്റുക. ചില ശൂന്യതയുടെ കാലങ്ങളെ ദൈവം മാറ്റിയില്ലേ? ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ദൂത് വെളിപ്പെടുത്തുക. പലരും ആഗ്രഹിച്ചത് കിട്ടാതിരിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ ദൈവത്തോട് നാം അടുക്കുമ്പോൾ, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുമ്പോൾ ദൈവം ഒരുക്കുന്ന അതിശ്രേഷ്ഠമായ അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ നമ്മുടെ കൂടാരത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയായിത്തീരും. ഇനി ഒരു ക്ഷാമകാലമില്ല, ഇനി ഒരു ശൂന്യമായ കാലമില്ല. കാരണം ജീവിതസ്ഥിതിയിൽ ദൈവം വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ, ദൈവം വെളിപ്പെടുത്താൻ പോകുന്ന അത്ഭുതത്തിൻ്റെ മാറ്റങ്ങൾ ഇന്ന് പകൽ ദൂത് വിശ്വസിക്കട്ടെ. ഇനി എൻ്റെ ജീവിതത്തിലൊരു ക്ഷാമകാലമില്ല, ഇനി എൻ്റെ ജീവിതത്തിലൊരു ശൂന്യകാലമില്ല. കാരണം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദേശത്ത് ക്ഷാമം നിലനിൽക്കുമ്പോഴും ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന ഏലിയാവിൻ്റെ ജീവിതത്തിൽ അപ്പവും ഇറച്ചിയും ദൈവം കൊടുത്തു എന്ന് വചനം വെളിപ്പെടുത്തുക. ദേശം ക്ഷാമത്തിലാണ്.
ദേശത്ത് ക്ഷാമം കൊടികൊത്തി വാഴുന്നൊരു സമയത്തിലാണ്. പക്ഷേ കർത്താവിനെ വിശ്വസിക്കുന്ന ഭക്തനായ അഭിഷിക്തനായ ഏലിയാവിന് ദൈവം കൽപ്പിച്ചു കൊടുത്തത് അപ്പവും ഇറച്ചിയ. ദൈവത്തിൻ്റെ വൈതലെ ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും ദൈവത്തിന് വഴിയുണ്ട്. ഏത് പ്രതിബന്ധത്തിൻ്റെ മേഖലകളുടെ നടുവിലും കർത്താവിന് വാതിലുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കട്ടെ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ക്ഷാമകാലം മാറുന്നു, ശൂന്യമായ കാലം മാറുന്നു, നിറവിലേക്ക് എൻ്റെ ദൈവം കൊണ്ടുവരിക. ചൂരച്ചെടിയുടെ തണലിലും ഭക്തനായിരിക്കുമ്പോൾ തട്ടി ഉണർത്തി കരുതൽ ദൈവം മുമ്പിൽ കൊടുക്കുക. തട്ടി ഉണർത്തി എന്ന വചനം പറയുന്ന ദൈവത്തിൻ്റെ വൈതലേ ഈ ദിവസങ്ങളിൽ തട്ടി ഉണർത്താൻ പോവുക. തലമുറയെ തട്ടി ഉണർത്താൻ പോവുക. ആത്മീയ കണ്ണ് തുറക്കാൻ പോവുക. ദൈവം തൻ്റെ ദൂതനെ അയച്ച് തട്ടി ഉണർത്തിയ ദൈവിക നന്മകൾ കാണും, ദൈവിക അത്ഭുതങ്ങൾ കാണും. അതുപോലെ അടഞ്ഞ കണ്ണുകൾ തുറക്കാൻ പോവുക. ആത്മീയ ഭാരത്തോടെ ആയിരിക്കുന്ന മാതാപിതാക്കൾ പരിശുദ്ധാത്മ വചനത്തിലൂടെ ഇന്ന് ദൂത് അവരോട് വ്യക്തവും ശക്തമായി ഇടപെടുക. ദൈവം തട്ടി ഉണർത്തുന്ന സമയമാ. കാരണം നന്മ കണ്ടേ പറ്റൂ, നന്മ വെളിപ്പെട്ടേ പറ്റൂ, വാഗ്ദത്തം നടന്നേ പറ്റൂ. ആ നിലവാരത്തിൽ ദൈവിക ഇടപെടൽ, ദൈവിക പദ്ധതി ഇതാ കൂടാരത്തിൽ വെളിപ്പെട്ടു വരുവാൻ സമയമായിരിക്കുന്നു. ആത്മീയ കണ്ണു തുറക്കുമ്പോൾ കാണുന്ന നന്മ, അതിന്ന് വരെ കാണാത്തത്, ഇന്ന് വരെ ലഭിക്കാത്തത് സ്വർഗം ദൈവം കർത്താവിൻ്റെ കരത്തിൽ നിന്ന് സമ്പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന സമയമായിരിക്കുന്നു. ദൂത് വിശ്വസിക്കട്ടെ, വചനം ആഴമായി ഏറ്റെടുക്കട്ടെ. ദൈവത്തിൻ്റെ കരം ചാഞ്ഞിറങ്ങി അത്ഭുതം ചെയ്യാൻ പോകുന്നു. പ്രാർത്ഥിക്കുക. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ദൂതനായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അത്ഭുത വിടുതൽ ഈ വചനത്തിലൂടെ നടക്കട്ടെ. പരിശുദ്ധാത്മ ഉണർത്തുന്ന ദിവസമായി തീരട്ടെ, വിടുതൽ കൽപ്പിക്കുന്ന ദിവസമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.